കാക്കനാട് GST കമ്മീഷണറുടെയും കുടുംബത്തിൻ്റെയും കൂട്ടമരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. GST കമ്മീഷണറായ മനീഷ് വിജയുടെ സഹോദരി ശാലിനിക്ക് ജാർഖണ്ഡിലെ പരീക്ഷാക്രമക്കേട് കേസിൽ CBI കോടതി സമൻസ് അയച്ചിരുന്നതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഈ മാസം 15-ാം തീയതി ഹാജരാകാൻ വേണ്ടിയാണ് ഈ സമൻസ് കിട്ടിയതെന്നാണ് അറിയുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ദുരൂഹത ഈ മരണത്തിൽ നിന്ന് മാറി വരികയാണോ? ഈ സഹോദരിക്കുണ്ടായ പ്രശ്നം തന്നെയാണോ ഈ കുടുംബം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ചില മൊഴികളിൽ നിന്നാണ് അവർ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇതൊരു അവസാനത്തെ അവരുടെ പോലീസിന്റെ ഒരു കണ്ടെത്തലായി കരുതേണ്ട. അതിന് പോസ്റ്റ്മോർട്ടം കഴിയണം. വിദേശത്തൊരു സഹോദരിയുണ്ട്. അവർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷേ പോലീസിന് ഇപ്പോൾ കിട്ടിയ 1-2 മൊഴികളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. അങ്ങനെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരീക്ഷാ ക്രമക്കേട്, ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേട് കേസിൽ മരിച്ച ശാലിനിക്ക് CBI കോടതിയുടെ സമൻസ് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഈ മാസം 15-നാണ് ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. സമൻസ് കിട്ടിയിരുന്നു എന്ന് ഈ ശാലിനിയുടെ സഹോദരനും മരിച്ച അഡീഷണൽ കമ്മീഷണറുമായ കസ്റ്റംസിന്റെ അഡീഷണൽ കമ്മീഷണറുമായ മനീഷ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു നേരത്തെ. ആ സഹപ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന് ഈ മൊഴി നൽകിയിട്ടുള്ളത്. മരണകാരണം ഇത് തന്നെയാണോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുക. എന്തായാലും 5 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നുള്ള കാര്യം കണ്ടെത്തുന്നു. അതായത് 15-ാം തീയതി ഹാജരാകേണ്ട അന്ന് തന്നെ ഇവർ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതാകാം എന്നൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിയട്ടെ, ആ ഘട്ടത്തിൽ കൃത്യമായ വിവരമറിയാം. ഇപ്പോഴത്തേത് പോലീസിന് കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ്. താങ്ക് യു. പ്രേക്ഷകർക്കറിയാം, ഇന്നലെ രാത്രിയിലാണ് ദുരന്ത വാർത്ത നമ്മെ തേടി വന്നത്. കൊച്ചി കാക്കനാട് TV സെൻറ്റർ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് ഈ ദുരന്തമുണ്ടായത്. സഹോദരിയും സഹോദരനും അമ്മയും ഒന്നിച്ച് മരിക്കുകയായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പിന്നെയും നമ്മളെ കൊണ്ട് പറയിക്കുകയാണ്. ഇത്രയും ഉയർന്ന ഉദ്യോഗത്തിൽ കഴിയുന്ന, അതും കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടിരുന്ന GSTയുടെയൊക്കെ കമ്മീഷണറായിരുന്ന ഒരാളാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയും പോയി.